ബഹുമാനപ്പെട്ട പാവപ്പെട്ടകളുടെയും പണക്കാർ ഭീമച്ച പൂക്കുവട്ടകളുടെയും ഒക്കെ കാലത്ത് കെട്ടുറപ്പുണ്ടായിരുന്ന, ശക്തിയുണ്ടായിരുന്ന, ഭദ്രതയുണ്ടായിരുന്ന ഈ സംഘടന അതിനെ ഇത്രയും അനാവശ്യമായ ബുദ്ധിരഹിതമായ കാര്യത്തിലേക്ക് നീക്കി അതിനെ അപകടപ്പെടുത്തിയ നേതാക്കളെ സംബന്ധിച്ച് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കാമെന്നാണ് എനിക്ക് പറയാറുള്ളത്. ഒരു ലീഗിന്റെ പ്രസ്താവന കണ്ടു, ഒരു മെമ്പർഷിപ്പുള്ള ഏതെങ്കിലും ഒരു വ്യക്തി സമ്മേളനത്തിന് പോയാൽ നടപടിയെടുക്കുമെന്ന് ഞാൻ ചോദിക്കുന്നു. എന്നാൽ ആ നേതൃത്വത്തോട് ചോദിക്കുന്നു, ഇവിടെ നിന്ന് പങ്കെടുത്ത ജനലക്ഷങ്ങളെ മുഴുവനും നിങ്ങളുടെ സെക്രട്ടറിയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അവർ സുന്നത്തി വൽ ജമാഅത്തിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുസ്ലിം ലീഗിൽ തന്നെ അടിയുറച്ചു നിൽക്കുമെന്ന വിശ്വാസത്തോടുകൂടി, ധൈര്യത്തോടുകൂടി ഞങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കട്ടെ എന്ന വിശ്വാസത്തോടുകൂടി വന്ന ലക്ഷക്കണക്കിന് മുസ്ലിം ലീഗുകാർ ഇവിടെയുണ്ട് എന്നെനിക്കറിയാം. ഇപ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനത്തിൽ ഒരൊറ്റ കുട്ടിയും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ലോകത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒന്നേമട്ട സംഭവമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളും അല്ലാഹുവിന്റെ ആലിമീങ്ങളും അഹ്ലുബൈത്തുകളും ലക്ഷോപലക്ഷം മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും സംബന്ധിക്കുന്ന ഒരു സദസ്സിലേക്ക് പോകാൻ പാടില്ല എന്ന് ഒരു രാഷ്ട്രീയ കക്ഷി പറയുക എന്നത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഇതിനു മുമ്പ് ഹാജരായി തെളിയിക്കാൻ സാധ്യമേ അല്ല. ബഹുമാനമുള്ള സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മുഅല്ലിംകളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട വലിയുല്ലാഹി മുഹമ്മദ് ഹാജി തങ്ങളുടെ ദുആയിൽ പങ്കെടുക്കാനും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ കുജിക്കോയ തങ്ങളുടെ പ്രസംഗം കേൾക്കാനും ഈ സ്റ്റേജിൽ അണിനിരന്നിട്ടുള്ളവരും ഈ മഹത്തായ സദസ്സിൽ അണിനിരന്നിട്ടുള്ള ആളുകളുമായ ജനലക്ഷങ്ങളുടെ ദുആ കരസ്ഥമാക്കാനുമാണ് വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉള്ളാർ തങ്ങളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കീഴിൽ അണിനിരന്നിട്ടുള്ള ഈ മഹാന്മാരായ ജനങ്ങളോട് SYSന്റെ ആശയ ആദർശങ്ങൾ, സുന്നി യുവജന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അല്പം ചിലത് മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാം ഒരു സാർവലൗകികവും സാർവജനീയവും സമ്പൂർണവുമായ മതമാണ്. തൊഴിലാളി വർഗത്തിനും കറുത്തവരെന്ന് ആക്ഷേപിക്കപ്പെട്ട് തള്ളിനീക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന ആഫ്രിക്കൻ ജനതക്കും പെണ്ണായിപ്പോയി എന്ന പേരിൽ കുഴിച്ചുമൂടപ്പെട്ട് സ്വാതന്ത്ര്യം പരിപൂർണമായി നിഷേധിക്കപ്പെട്ടിരുന്ന സ്ത്രീവർഗത്തിനും മാത്രമല്ല ഈ ലോകത്തെവിടെയുമുള്ള മുഴുവൻ ജനതകൾക്കും ശാന്തിയും സമാധാനവും പൂർണ്ണ സ്വാതന്ത്ര്യവും അന്തസ്സും അഭിമാനവും യശസ്സും നൽകിക്കൊടുക്കുന്നത് ഇസ്ലാം എന്ന പരിപൂർണ മതമാണെന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അമേരിക്കയിലും ലണ്ടനിലും മറ്റ് രാഷ്ട്രങ്ങളിലുമൊക്കെ മുമ്പെന്നത്തെക്കാളുമുപരി പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഓരോ ദിവസവും ഇസ്ലാം ആശ്ലേഷിക്കുന്ന ആളുകളുടെ എണ്ണം പത്രവായനക്കാർക്കറിയാം. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും നാം കണ്ണോടിക്കുമ്പോൾ ഇസ്ലാമിന്റെ അന്തസ്സും ഇസ്ലാമിന്റെ യശസ്സും ഉയർന്നു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. ഇതിനുവേണ്ടി തന്നെ പോരാടുന്ന എമ്പാടും രാഷ്ട്രങ്ങളെ നാം കാണുന്നു. ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ശബ്ദം അഥവാ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഈ മഹത്തായ വാക്യം ലോകത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിക്കുന്നത് പര്യാപ്തമായ തെളിവുകൾ മഹത്തായ ഇസ്ലാമിനുണ്ട്. എന്തെങ്കിലും കേട്ടുകേൾവിയുടെയോ അന്ധവിശ്വാസങ്ങളുടെയോ വെളിച്ചത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മതമല്ല ഇസ്ലാം. മറിച്ച് സർവജ്ഞനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ മതമാണല്ലോ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിന്റെ തത്വങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഭേദഗതി വരുത്തുകയോ പരിഷ്കരിപ്പിക്കുകയോ തിരുത്തിയെഴുതപ്പെടുകയോ ചെയ്യാൻ ആവശ്യമില്ല, അർഹതയില്ല, അത് സാധ്യവും അല്ല. അതിലേക്ക് പരിപൂർണമായ മതമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ വളർച്ചയും പുരോഗതിയുമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തും ഉയർന്നു വരുന്നുവെങ്കിലും വെറും ഒരു ജീവിത പദ്ധതി എന്ന നിലക്കോ വെറും ഒരു കർമാനുഷ്ഠാന മാർഗം എന്ന നിലക്കോ അല്ല ഇസ്ലാമിനെ നാം കണക്കാക്കേണ്ടത്. അങ്ങനെയല്ല ഇസ്ലാം. അമേരിക്കയിൽ മുസ്ലിം ആയി, ലണ്ടനിൽ മുസ്ലിമായി, മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന കാര്യം കൊണ്ട് മാത്രം ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിന്റെ സമൂഹമായി വർദ്ധിച്ചു വന്നു എന്നതുകൊണ്ട് മാത്രം അല്ല നാം സന്തുഷ്ടരാകുന്നത്, തൃപ്തിപ്പെടുന്നത്. മറിച്ച് ആത്മീയ ചൈതന്യം, ആത്മീയമായ പുരോഗതി
അത് കൈവരിക്കുന്ന ഒരു സമൂഹം, അതാണ് യഥാർത്ഥ മുസ്ലിം എന്ന് നാം മനസ്സിലാക്കണം. ഈ അടിസ്ഥാനത്തിലുള്ള പുരോഗതിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പുരോഗതി എന്ന് പറയാൻ സാധ്യമാവുകയുള്ളൂ. പലപ്പോഴും പലരും പല വ്യക്തികളെ സംബന്ധിച്ചും പുരോഗമനവാദികളെന്ന് പറയാറുണ്ട്, പുരോഗമന ചിന്തകരിക്കാരെന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഭാഷാപരമായി ഈ പദം പലർക്കും പറയാമെങ്കിലും യഥാർത്ഥ പുരോഗതി ആത്മീയമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന ജീവിതത്തിന് മാത്രമേ ഉള്ളൂ. ഇന്ന് അഫ്ഗാൻ മുജാഹിദുകൾക്ക് വളരെ നീണ്ടകാലത്തെ പരിശ്രമം കൊണ്ടാണെങ്കിലും ഒരാളോളം വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെയും ഞാൻ മനസ്സിലാക്കുന്നു. ആ അഫ്ഗാനിൽ ജിഹാദ് ചെയ്യുന്ന പോരാടുന്ന ജനങ്ങളിൽ ധാരാളം ആളുകൾ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ സാലിഹീങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളെയും ആരിഫീങ്ങളെയും പ്രിയം വെച്ചുകൊണ്ട് മാത്രമല്ല അവരിവിടെ പഠിപ്പിച്ചിട്ടുള്ള وطريق كل مشايخ قد قيدت بكتاب ربي والحديث توسلا എന്ന് പറഞ്ഞ ആ മഹത്തായ തരീഖത്ത് പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഇവിടെ പഠിപ്പിച്ചു വന്നിട്ടുള്ള ആ തരീഖത്ത് മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, അഫ്ഗാനിന്റെ പുരോഗതിക്ക് വേണ്ടി, അഫ്ഗാനിന്റെ മോക്ഷത്തിന് വേണ്ടി, അഫ്ഗാനിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ട് തന്നെ ഒരാളോളം അവർക്ക് വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിംകൾ മുഴുക്ക അഫ്ഗാൻ മുജാഹിദുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതോടൊപ്പം കേരള മുസ്ലിംകളും വിശിഷ്ട സുന്നി യുവജന സംഘത്തിന്റെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ച ജനലക്ഷങ്ങളും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയുമാണ്. എന്തുകൊണ്ട്? ആത്മീയ ചൈതന്യത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ജിഹാദ് എന്നതിലേക്ക് മാത്രമാണ് നാം അതിനെ പിന്തുണക്കുന്നത്. ഈ രീതി തന്നെയായിരിക്കണം മറ്റെവിടെയും ഉണ്ടാകേണ്ടത് എന്ന് ലബനാനിലെയും പലസ്തീനിലെയും ജനങ്ങളോടും നമുക്ക് പറയാനുള്ളത് അത് തന്നെ. ആ നീക്കത്തിൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഈ അടിസ്ഥാനത്തിൽ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന, ആത്മീയ ചൈതന്യത്തിൽ വളർന്നു വരുന്ന മുസ്ലിം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ വർഗീയതയുടെ വിപത്തോ സാമുദായിക ലഹള എന്ന് പറയുന്ന വിപത്തോ ഇവിടെ ഉണ്ടാവുകയില്ല. ഒരിക്കലും അത് സംഭവിക്കുകയില്ല. കാരണം ആത്മീയ ചൈതന്യമുള്ള മുസ്ലിം അവന്റെ പ്രവർത്തന ശൈലി കൊണ്ട്, അവന്റെ പ്രവർത്തനത്തിന്റെ
കൂട്ടിക്കൊണ്ട് മറ്റ് സമുദായത്തെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞുപോയ ഏറ്റവും വലിയ പകൽപ്പരും വർഷത്തരുമായ ഔലിയാക്കൾ ഖുത്ബുസ്സമാൻ അസ്സയ്യിദ് അലവി അൽ ജുഫ്രി അൽ മൻഫുറമി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്, അതുപോലെ മഹാനായ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകൾ. മാത്രമല്ല അടുത്ത കാലത്ത് ഈ കേരളത്തിൽ ജീവിച്ച് മൺമറഞ്ഞുപോയ മഹാനായ സൈനുദ്ദീൻ അക്ബരി റളിയല്ലാഹു അൻഹു, സൈനുദ്ദീൻ ഖത്താവൻ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, വെളിയങ്കോട്ട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തുടങ്ങിയ നിരവധി ഔലിയാക്കളും സാലിഹീകളും നമ്മുടെ കേരളക്കരയിൽ വിശിഷ്ട മലബാറിൽ കടന്നു പോയിട്ടുണ്ട്. ഈ കൊച്ചിയിൽ തന്നെയും മലബാറിന്റെ പുറത്തുള്ള ഈ പ്രദേശത്തും ധാരാളം സുപ്രസിദ്ധ ഔലിയാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മതസ്ഥർ, ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗം ഈ മഹാന്മാരായ ഔലിയാക്കന്മാരെ ആക്ഷേപിക്കുകയോ അവരെ തള്ളിപ്പറയുന്നതോ ആയി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ ഔലിയാക്കളും ഐഹികങ്ങളും ജീവിച്ചിരുന്നത് അവരുടെ ആത്മീയ ചൈതന്യത്തോടുകൂടി, അവരുടെ ഈമാനികമായ ആവശ്യത്തോടുകൂടി അവർക്ക് നൽകുന്ന പ്രചോദനത്തിന്റെ വെളിച്ചത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മഹത്തായ ചരിത്ര യാഥാർത്ഥ്യത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ മുസ്ലിം സമുദായം ഇവിടെ വർഗീയം സ്ഥാപിക്കുന്നവരല്ല. മുസ്ലിമീങ്ങൾ വർഗീയവാദികളായി ഇതര സമുദായത്തെ അടിച്ചമർത്തുന്നവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊരുപാട് തെളിവുകളുണ്ട്. നിരവധി തെളിവുകൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അയ്യപ്പനും ബാവരും സാമൂതിരിയും മഖ്ദൂമും ഇങ്ങനെ തുടങ്ങി ഈ രാജ്യത്ത് കഴിഞ്ഞുപോയ ആളുകൾ, ഹിന്ദുവും മുസ്ലിമും അവരുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നതോടൊപ്പം വർഗീയത്തിന്റെ യാതൊരു വിഷവും ഇവിടെ ഇല്ലാത്ത വിധത്തിൽ ജീവിച്ചു വന്ന ചരിത്രം നമുക്കറിയാം. ഇന്ന് ശബരിമലയിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അഭിമുഖീകരിക്കുന്ന ബാബ മുസ്ലിമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവർ രണ്ടും വളരെ സ്നേഹിതന്മാരായിരുന്നു. മങ്ങാട്ടച്ചനും കുഞ്ഞായും മുസ്ലിയാരും ഇതിനുദാഹരണമാണ്. ഇങ്ങനെ എമ്പാടും ആളുകൾ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അൽ ഫത്ഹുൽ മുബീൻ ഫി الشامل الذي يحب المسلمين. മുസ്ലിം സമുദായവുമായി സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ശാമിലിയെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയൊരു ഗ്രന്ഥം
മഹാനായ താബീത്തുകൾ എഴുതിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും പ്രശസ്തമായ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുള്ളത് ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന ഏത് ഭരണാധികാരികളും ഏത് ഭരണകൂടവും മുസ്ലിം സമുദായത്തോട് യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ ന്യായമായി വകവെച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും അവരുമായി സൗഹാർദ്ദത്തിലും മമതയിലും ഐക്യത്തിലും ജീവിക്കാൻ മുസ്ലിം സമുദായം തയ്യാറാവണമെന്ന് തുഹ്ഫത്തുൽ മുജാഹിദീനിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഞാനിവിടെ ഇത് പറയാൻ കാരണം ഈ തടിച്ചുകൂടിയ മുഴുവൻ മുസ്ലിംകളും ഈ ലോകത്തെ സംബന്ധിച്ചൊന്നും പഠിക്കാത്തവരോ ഈ ലോകത്തിന്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കാത്തവരോ അല്ല. ഇസ്ലാം ഈ ലോകത്തെ സംബന്ധിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഇവിടെ ജീവിക്കാനുള്ള മാർഗവും മാർഗവും വഴികളും ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഇതെല്ലാം നമുക്ക് സംജാതമാകണമെങ്കിൽ, ഇത് നമുക്ക് സബലീകരണമാകണമെങ്കിൽ, ഇത് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഇസ്ലാം വെറും പേരിന് വേണ്ടി മാത്രമുള്ള ഇസ്ലാം ആകാൻ പാടില്ല. സയഅ്തി സമാനുൻ അലാ ഉമ്മത്തി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ ഇസ്മുഹു വമസാജിദുഹും ആമിറത്തുൻ ഫഹിയ ഹറാമുൻ മിനൽ ഹുദാ. എന്റെ സമുദായത്തിൽ ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാമിൽ നിന്ന് അതിന്റെ പേരല്ലാതെ അവശേഷിക്കുന്നില്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ ഇസ്മുഹു, പരിശുദ്ധ ഖുർആനിൽ നിന്ന് അതിന്റെ എഴുത്തുകളല്ലാതെ അവശേഷിക്കുന്നില്ല. വമസാജിദുഹും ആമിറത്തുൻ വഹിയ ഹറാമുൻ മിനൽ ഹുദാ, പള്ളികളൊക്കെ വലിയ വലിയ പള്ളികളായി നിർമ്മിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അതുവഴിക്ക് ഹിദായത്തിൽ നിന്ന് ദൂരപ്പെട്ടതാണ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമുക്ക് ഈമാനികമായ ആവേശമുണ്ടാവണം, ഈമാനികമായ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഇവിടെ അരാജകത്വത്തിനോ അധാർമികതയിലേക്കോ അരാജകത്വത്തിലേക്കോ വൈകിപ്പോകുന്ന പ്രശ്നങ്ങളില്ല. മറ്റ് സമുദായങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയോ മറ്റ് സമുദായങ്ങളുമായുള്ള വർഗീയങ്ങളുണ്ടാവുകയോ സ്പർദ്ധയുണ്ടാവുകയോ ഇല്ല എന്നത് വ്യക്തമാണ്. അങ്ങനെ ആത്മീയ ചൈതന്യം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ സംഘടന, ആ പ്രസ്ഥാനം, സംഘടനയല്ല പ്രസ്ഥാനം, അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അത് മാത്രമേ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന വിശ്വാസമുള്ളൂ. ഈ വിശ്വാസം മാത്രമേ അല്ലാഹുവിനെ സംബന്ധിച്ച് ചിന്തിപ്പിക്കുന്ന വിശ്വാസമുള്ളൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം മാത്രമേ ഐഹിക ലോകത്തിന്റെ വിജയത്തിനും
പാരത്രിക ലോകത്തിന്റെ വിജയത്തിനും പര്യാപ്തമായതുള്ളൂ. അതിനെമ്പാടും തെളിവുകളുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരും ഈ കാലഘട്ടത്തിലൂടെയുള്ള മറ്റ് വർഗത്തിൽപ്പെട്ട രാജാക്കന്മാരും പണികളുമൊക്കെ ജീവിച്ച ജീവിതത്തിൽ നിന്നും നമ്മുടെ കേരളം എപ്പോൾ വ്യതിചലിച്ചു എന്ന് ചിന്തിച്ചാൽ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു. പുതിയ പ്രസ്ഥാനം ഇവിടെ ഉടലെടുത്ത അന്ന് മുതലാണെന്ന് നമുക്ക് വ്യക്തമായി കാണാം. സുന്നത്ത് ജമാഅത്തിലല്ലാതെ ഇവർ സത്യം വ്യക്തമായി പറയാൻ ആർക്കും സാധ്യവുമല്ലല്ലോ. നിങ്ങൾ നോക്കൂ, പാകിസ്ഥാനിൽ റിയാഉൽ ഹഖിന്റെ കാലത്ത് ഇപ്പോൾ അതിനു മുമ്പ് ഏത് സമയത്തും ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക ശരീഅത്ത് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അവിടെയെല്ലാം ശരീഅത്തിന് വിരുദ്ധമായ പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിനോ അനുയായികൾക്കോ അതിനെ എതിർക്കാനും സാധ്യമായിട്ടില്ല എന്ന് വ്യക്തമായ തെളിവുകൾ വിളിച്ചോടുകയാണ്. ഈയിടെയായി ഇറാഖിലും ഇറാനിലും എമ്പാടും കാലം യുദ്ധം നടന്നു. ഇറാഖിനെ സംബന്ധിച്ച് നാം പഠിച്ചിട്ടുണ്ട്, ഇറാനെ സംബന്ധിച്ച് നാം പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും കലഹിക്കുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു ഇസ്ലാമിക രാഷ്ട്രമായി അവർ ചിത്രീകരിച്ചു. പക്ഷേ ബാഹ്യപ്രകടനമെന്ന നിലക്ക് സിനിമാശാലകൾ അവിടെ നീക്കപ്പെട്ടു. സ്ത്രീകൾക്ക് പർദാസമ്പ്രദായം നിർബന്ധമാക്കി, ബാങ്കുകളുടെ പേര് മാറ്റി. ഇങ്ങനെയൊക്കെ ചെയ്താലും ആ രാജ്യത്തുള്ള ജനങ്ങളെ, ലോക മുസ്ലിംകൾ മുഴുവനും തള്ളിപ്പറയുകയും ഇറാനിനോട് എതിര് പ്രകടിപ്പിക്കുകയും ഖുമൈനിയുടെ ആശയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. യോജിപ്പല്ല, വിയോജിപ്പ്. എന്തെങ്കിലും പിടുത്തം കിട്ടിയാൽ എഴുതാൻ കാത്തിരിക്കുന്ന പത്രക്കാരും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് വി എന്നുള്ളത് വിട്ടുപോയെങ്കിൽ വിയോജിപ്പ് എന്നുള്ള വി വിട്ടുപോയിട്ട് എഴുതി പോട്ടാന്ന് വെച്ചിട്ടൊന്നുകൂടി ആവർത്തിച്ചതാണ്. വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇറാനിലെ ഖുമൈനിയും അവന്റെ അനുയായികളും 5 നേരത്തെ നിസ്കാരം ഉപേക്ഷിച്ചത് കൊണ്ടല്ല, കള്ളുഷാപ്പ് തുറന്നത് കൊണ്ടല്ല, സിനിമാശാലകൾ നടത്തത് കൊണ്ടല്ല, പലിശയുടെ ബാങ്കിലൊക്കെ മത്സരിച്ചത് കൊണ്ടല്ല, മറിച്ച് ഈ രംഗത്തെല്ലാം കഴിവിന്റെ പരമാവധി ഇസ്ലാമിക ശരീഅത്തിന് അനുസൃതമായി നടത്താൻ കുവൈറ്റ് ശ്രമിച്ചുവെങ്കിലും അവന്റെ അടിസ്ഥാനം തെറ്റിപ്പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒന്നാമത്തെ ഭരണാധികാരിയായി വരേണ്ടിയിരുന്നത്
അലിയുടെ അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ഭരണം കൊടുക്കാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് സഹാബികളും ഭരണം പിടിച്ചെടുത്തു എന്നും ആ അക്രമികളെന്നും പറയുക വഴി മഹാന്മാരായ സഹാബത്തിനെ അവർ തള്ളിപ്പറഞ്ഞവരായി. മഹാന്മാരായ സഹാബത്തിനെ അവർ ധിക്കരിച്ചവരായി. അതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധിക്കരിച്ചവരായി. അങ്ങനെ അവരുടെ വിശ്വാസം വിളിച്ചുപോയി, വിശ്വാസം അപകടപ്പെട്ടുപോയി. ഈ കാരണം കൊണ്ടാണ് ഇറാനിലെ ജനതയെ അഥവാ കുവൈറ്റ് പാർട്ടിയെ ഇന്ന് മുസ്ലിം ലോകം മുഴുവനും എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ ചുരുക്കം, പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ആ മഹത്തായ പ്രസ്ഥാനം അതെന്താണ്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന അത് ആരെ സംബന്ധിച്ചാണ്? വിശദമായി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. വൈകുന്നേരം 3 മണി മുതൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ രാവിലെ മുതൽ ഇരിക്കുന്ന ജനങ്ങൾ കേരളത്തിന്റെ അറ്റം വരെയും അവിടുന്ന് അപ്പുറത്ത് തമിഴ്നാട്ടിൽ പെട്ട ഗൂഡല്ലൂരിലും മറ്റുമൊക്കെയുള്ള ആളുകൾ അങ്ങ് തിരിച്ചു പോകാൻ കാത്തിരിക്കുന്ന ഈ സന്ദർഭം ഞാൻ അത്ര വീട്ടിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, തറക്തു ഫീകും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഞാൻ 2 കാര്യം നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകും. ഒന്ന് അല്ലാഹുവിന്റെ കിതാബ്, ഒന്ന് റസൂലുള്ളാഹിയുടെ സുന്നത്ത്. ഈ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്ത് നിങ്ങൾ വഴിവെക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇതിലാർക്കും തർക്കമില്ല. ഇത് സുന്നികളും പറയുന്നു, മുജാഹിദുകളും പറയുന്നു, ജമാഅത്തുകാരനും പറയുന്നു. ഇസ്ലാമിന്റെ പേരിൽ ജന്നത്ത് വരുന്ന മുഴുവൻ കക്ഷികളും ഈ വാദം അംഗീകരിക്കുന്നു ബാഹ്യമായി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ തത്വം അംഗീകരിക്കുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബ്ദുൽ സാഹിബ് പറഞ്ഞതുപോലെ, ഖുർആൻ कमाना समझने के लिए पुरानी तफसीर की कोई जरूरत नहीं है, लेकिन उसके लिए आला दर्जे का प्रोफेसर काफी है എന്ന് അബ്ദുൽ സാഹിബ് പറഞ്ഞു. ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കാൻ സഹാബത്തിന്റെയോ താബീകളുടെയോ അയിമത്തുകളുടെയോ പണ്ഡിതന്മാരുടെയോ വ്യാഖ്യാനം ആവശ്യമില്ല. മറിച്ച് അറബി ഭാഷ പഠിച്ചിട്ടുള്ള ഒരു പ്രൊഫസർ, ഒരു ഭാഷാ പണ്ഡിതൻ, അവന്റെ വ്യാഖ്യാനം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഈ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ നിന്ന് ബഹുദൂരം അവർ കടന്നുപോയി. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ നീണ്ട 23 കൊല്ലം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. പഠിപ്പിച്ചു മാത്രമല്ല, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. ലാ യഖ്ഫാ അലൈഹി റുകൂഉകും വലാ സുജൂദുകും വലാ ഖുശൂഉകും. നിങ്ങളുടെ റുക്കൂ, നിങ്ങളുടെ സുജൂദ്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭയഭക്തി, ഇതൊന്നും തന്നെ എനിക്ക് ഗോപ്യമല്ല. ഇതെല്ലാം ഞാൻ അറിയും. ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഖുശൂഅ് പോലും
ഞാൻ അറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. ആ നിലക്ക് മഹാന്മാരായ സഹാബത്തിന്റെ ഹൃദയാന്തർഭാഗത്ത് ഉദിച്ചു പൊങ്ങി വരുന്ന വികാരങ്ങൾ പോലും അപ്പോൾ അറിയുകയും അതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്തു കൊടുത്ത് യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം, ആയത്തിനെ ഒതുക്കിയെത്തിച്ചു കൊടുക്കുന്നു, വയുസക്കീഹിം, എന്നിട്ട് അവരെ ശുദ്ധിയാക്കുന്നു, അവരെ സംസ്കരിച്ചെടുക്കുന്നു. എഴുന്നേക്ക് ശുദ്ധിയാക്കി സംസ്കരിച്ചെടുത്ത ഒരു സമൂഹമാണ് മഹാന്മാരായ സഹാബ. സഹാബത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചു, അസ്ഹാബീ കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഏത് സഹാബിയുകൾ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിലാണ്, നിങ്ങൾ സന്മാർഗത്തിലാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഇസ്ലാമിനെ കാത്യമായി കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായ മുഴുവൻ സഹാബത്തും والذين اتبعوهم بإحسان, ആ സഹാബത്ത് അവരുടെ ജീവിതകാലത്ത് നടപ്പിൽ വരുത്തിയ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ഇവകളിലൂടെ പഠിച്ചു മനസ്സിലാക്കിയ തത്വങ്ങൾ മഹാന്മാരായ സഹാബത്ത് ഈ ലോകത്ത് നടപ്പിൽ വരുത്തി അവരുടെ പ്രചരിപ്പിച്ചു, അവരുടെ ഫത്വ ചെയ്തു, അവരുടെ പ്രഖ്യാപിച്ചു. ഈ കാര്യത്തോട് പിൻവറ്റുകയും ചെയ്ത ആളുകൾ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടു, അല്ലാഹു തആല അവരും തൃപ്തിപ്പെട്ടു. അവർക്ക് അല്ലാഹു സ്വർഗ്ഗം തയ്യാറ് ചെയ്തു. അങ്ങനെ മഹാന്മാരായ സഹാബത്ത്, സഹാബത്തെ പിൻപറ്റണം. അവരിൽ വരുന്നതായ മാർഗം മുറുകെ പിടിക്കണം. അല്ലാത്ത മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. ഇതാണ് മഹത്തായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തത്വം. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഈ തത്വവും മറ്റ് തത്വവും കൂടി കൂട്ടിക്കുഴച്ചിട്ട് ജീവിക്കാൻ സാധ്യമല്ലെന്ന് ഒരു ദിവസം 17 പ്രാവശ്യം നാം അല്ലാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുകയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാൻ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ നേരായ ചൊവ്വായ വഴി, ആ വഴിയിലൂടെ ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും ആ വഴിയിലൂടെ നയിക്കുകയും ആ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്ത് ആ മാർഗത്തിലായി ഞങ്ങളെ ഭരിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തരേണമേ മോഹോന്. ശ്രദ്ധിക്കണം, മാർഗമേതായാലും ലക്ഷ്യം നന്നായാൽ മതി എന്ന് പറയുന്ന ചിലരുണ്ട് ഇവിടെ. അതിന് വ്യക്തമായ ഖണ്ഡനം അല്ലാഹു പറയുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെന്നല്ല ഇവിടെ പറയുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗം, ആ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണം, ആ മാർഗത്തിലൂടെ ഞങ്ങളെ ചലിപ്പിക്കണം, ആ മാർഗത്തിലൂടെ ഞങ്ങളെ ജീവിപ്പിക്കണം, ആ മാർഗത്തിനായി മരിപ്പിക്കണം. ആകെ മുസ്തഖീമായ മാർഗത്തിലൂടെ, നേരായ ചൊവ്വായ മാർഗത്തിലൂടെ നാം ചെല്ലുമ്പോൾ തീർച്ചയായും ശരിയായ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് മാർഗം ശരിയാവണം. മാർഗമേതായാലും ലക്ഷ്യം നമ്മൾ എന്ന
സിദ്ധാന്തം ശരിയല്ല, അത് ഇസ്ലാമിന് വിരുദ്ധമാണ്. മാർഗവും ശരിയാവണം. അയാൾ ശരിയായ മാർഗത്തിലൂടെ പോയി ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യണം. ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്താതെ സാധ്യവുമല്ല ശരിയായ മാർഗത്തിലൂടെ പോയാൽ. അങ്ങനെ എന്ന് ബുദ്ധിജീവികളായ ചെറുപ്പക്കാർ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഖുർആൻ എടുത്തു നോക്കി അതിൽ നിന്ന് ബാഹ്യമായ അർത്ഥം മനസ്സിലാക്കി, അതുപോലെ ഹദീസിന്റെ പരിഭാഷ വായിച്ച് അതിൽ നിന്ന് ബാഹ്യമായ അർത്ഥം മനസ്സിലാക്കി അങ്ങനെ ജീവിക്കണമെന്നല്ല അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ ചൊവ്വായ നേരായ വഴി ഞങ്ങൾ നീ നയിക്കണം എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നിട്ട് ഒരിക്കൽ കൂടി പറയുന്നു, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചതായ, നീ നിഅമത്ത് ചെയ്ത മഹാന്മാരായ ആളുകൾ, മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. നിങ്ങൾക്ക് സഹായിക്കാനും നിങ്ങളെ രക്ഷിക്കാനും നല്ലവരായ ആളുകൾ അല്ലാഹു നിഅമത്ത് ചെയ്തവരാണ്, അഥവാ അമ്പിയാക്കളും സദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമാണ് എന്ന് ഖുർആനിൽ പഠിപ്പിച്ച മഹത്തുക്കളുടെ വഴിയിൽ അവർ നടന്നതുപോലെ, അവരിവിടെ കാണിച്ചു തന്നതുപോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണം. ആ മാർഗത്തിലൂടെ ഞങ്ങൾ നയിക്കണം. രണ്ടും കൂടി കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. തുടർന്ന് അല്ലാഹുവോട് പറയുന്നത് എന്താണ്? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അല്ലാഹുവേ, നിന്റെ കോപത്തിന് പാത്രീഭൂതരായ ആളുകൾ, വഴിപഴിച്ചുപോയ ആളുകൾ, അവരുടെ മാർഗത്തിന് ഞങ്ങൾ നീ ഒരിക്കലും പെടുത്തരുത്. അവരോട് ഞങ്ങൾ നീ ബന്ധപ്പെടുത്തരുത്. അവരിൽ ഞങ്ങൾ നീ കൊടുക്കരുത്. അവരുമായുള്ള ബന്ധം ഞങ്ങൾക്ക് നീ നൽകരുത് എന്ന് അല്ലാഹുവിനോട് ഒരു ദിവസം 17 പ്രാവശ്യം നാം പ്രാർത്ഥിക്കുന്നില്ലേ? ഇത് വളരെ ബുദ്ധിപരമായ കാര്യം ആണല്ലോ. ഒരു പ്രസ്ഥാനത്തിലത് തെറ്റിപ്പിരിഞ്ഞു പോയ കക്ഷി ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് അടിസ്ഥാനപരമായി തന്നെ തെറ്റിപ്പിരിഞ്ഞു പോയ കക്ഷികൾ, അടിസ്ഥാനപരമായി എതിരിഞ്ഞു പോയ കക്ഷികൾ, ആ കക്ഷികളും ഈ പ്രസ്ഥാനത്തിന്റെ കക്ഷികളും കൂടി ഒരുമിച്ച് കൂടുകയില്ലെന്നുള്ളത് വ്യക്തമായ യാഥാർത്ഥ്യമാണല്ലോ. അത് തന്നെയാണ് അല്ലാഹുവിനോട് പറയുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുത്തഖീമായ മാർഗത്തിൽ നിങ്ങൾ നയിക്കണം. മുത്തഖീമായ വഴിയിൽ നിങ്ങൾ നയിക്കണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴിപഴിച്ചു പോയ പ്രസ്ഥാനത്തില്, അല്ലാഹുവിന്റെ കോപത്തിന്റെ മാതൃകമുതലായ പ്രസ്ഥാനത്തില് ഞങ്ങൾ നീ പെടുത്താൻ പാടില്ല. അതിലേക്ക് നീ ഞങ്ങൾ ഒരിക്കലും അകറ്റരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ ഒരു തത്വം ഇത് മുറുകെ പിടിച്ച് ജീവിക്കുന്നതാണ് SYSന്റെ തെറ്റ് എങ്കിൽ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. ഇപ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനത്തിൽ ഒരൊറ്റ കുട്ടിയും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ആരൊക്കെയോ പറഞ്ഞു. ഞങ്ങൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കുന്നില്ല, തള്ളിപ്പറയുന്നില്ല. പക്ഷേ ലോകത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒന്നാമത്ത സംഭവമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളും അല്ലാഹുവിന്റെ ആരിഫീങ്ങളും അഹ്ലു ബൈത്തുകളും ലക്ഷോപലക്ഷം മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും സംബന്ധിക്കുന്ന ഒരു സദസ്സിലേക്ക് പോകാൻ പാടില്ല എന്ന് ഒരു രാഷ്ട്രീയ കക്ഷി പറയുക എന്നത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഇതിനു മുമ്പ് പറഞ്ഞതായി തെളിയിക്കാൻ സാധ്യമേ അല്ല. നിങ്ങൾ നോക്ക്, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ
ഞാൻ ഓർക്കുകയാണ്, ഒരർത്ഥത്തിൽ ഞങ്ങൾക്ക് പറയാമായിരുന്നു ഇവിടെ കൂടിയ ജനലക്ഷങ്ങൾ എത്രയാണ് എന്നും എന്ന് ഞങ്ങൾ പറയുന്നില്ല. പത്രക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ വിലയിരുത്തുക. ഈ കാണുന്ന വിശാലമായ മൈതാനം മാത്രമല്ല, ഏറിയ കത്തും എന്റെ കയ്യിൽ ഇപ്പൊ കൊടുത്തയച്ചു. ആരുവായിൽ നിന്ന് ഇങ്ങോട്ട് ജനങ്ങൾക്ക് നീങ്ങാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അവിടെയൊക്കെ ഓണം കുറ്റികളും 6-7 കിലോമീറ്റർ അപ്പുറം വരെ നമ്മുടെ മൈക്കിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തോട്ടും കെട്ടണമെന്ന് പറഞ്ഞിട്ട് കത്തുകൾ ധാരാളം വന്നു. അല്ലാഹുവിനല്ലാതെ സാധ്യമല്ല, അല്ലാഹു തആല ജവഹറായ ഹുദല്ലാതെ ഇതിന് വേറെയൊന്നുമില്ല. ഏതായാലും ഈ ജനസമുദ്രം എത്രയാളുണ്ട് അതൊന്നും ഞങ്ങളെണ്ണം പിടിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം, ഇഷ്ടം പോലെ എഴുതാം. പത്രക്കാർ വളരെ ബുദ്ധിമാന്മാരായ ആളുകൾ അത് ചിന്തിച്ച് അവർ എഴുതിക്കൊള്ളട്ടെ, ഞാനത് പറയുന്നില്ല. ഏതായിരുന്നാലും ഇവിടെ കൂടിയ ഒരൊറ്റ വ്യക്തിയും മുസ്ലിം ലീഗുകാരല്ല എന്ന് പറഞ്ഞിട്ട് വിട്ടേയല്ലണ്ടി അല്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാമാലും. പക്ഷേ എനിക്കറിയാം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുസ്ലിം ലീഗിൽ തന്നെ അടിയുറച്ചു നിൽക്കുമെന്ന വിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഞങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കട്ടെ എന്ന ഈ ഒരൊറ്റ വിശ്വാസത്തോടുകൂടി വന്ന ലക്ഷക്കണക്കിന് മുസ്ലിം ലീഗുകാർ ഇവിടെയുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഒറ്റാളില്ലാന്ന് ഞാൻ പറഞ്ഞാൽ അവരെ ഹൃദയത്തെ വേദനിപ്പിക്കില്ല. ഈ കെട്ടുറപ്പുണ്ടായിരുന്ന ഒരു സംഘടന ബഹുമാനപ്പെട്ട പാവപ്പെട്ടകളുടെയും പണക്കാർ ഭീമച്ച പൂക്കുവട്ടകളുടെയും ഒക്കെ കാലത്ത് കെട്ടുറപ്പുണ്ടായിരുന്ന, ശക്തിയുണ്ടായിരുന്ന, ഭദ്രതയുണ്ടായിരുന്ന ഈ സംഘടന അതിനെ ഇത്രയും അനാവശ്യമായ ബുദ്ധിരഹിതമായ കാര്യത്തിലേക്ക് നീക്കി അതിനെ അപകടപ്പെടുത്തിയ നേതാക്കളെ സംബന്ധിച്ച് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കാമെന്നാണ് എനിക്ക് പറയാറുള്ളത്. നിങ്ങൾ ലീഗുകാരല്ലെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആവശ്യത്വം ഞങ്ങൾ പറയുന്നില്ല. ലോകത്തിൽ എവിടെയെങ്കിലും ചരിത്രത്തിൽ തുല്യതയുണ്ടോ ഇതിന്? ചില മലിക്കുകൾ, ചില രാജാക്കന്മാർ പണ്ടൊക്കെ ചില പണ്ഡിതന്മാരെ കയ്യിലെടുക്കുകയും ആ പണ്ഡിതന്മാരെ കൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുകയും ഇതൊക്കെ ചെയ്ത ചരിത്രമല്ലാതെ മുസ്ലിം സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഘടന ഈ നിലക്ക് ഒരു തീരുമാനമെടുത്തിട്ട് ചരിത്രത്തിൽ തുല്യതയില്ല. ഒരു ദീനിന്റെ പ്രസ്താവന കണ്ടു, ഒരു മെമ്പർഷിപ്പുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ സമ്മേളനത്തിന് പോയാൽ നടപടിയെടുക്കുമെന്ന് ഞാൻ ചോദിക്കുന്നു. എന്നാൽ ആ നേതൃത്വത്തോട് ചോദിക്കുന്നു, ഇവിടെ ഇന്ന് പങ്കെടുത്ത ജനലക്ഷങ്ങളെ മുഴുവനും നിങ്ങളെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ കേരളത്തിലുള്ള 10 ലക്ഷം ജനങ്ങളെ ഞങ്ങളിതാ ഒഴിവാക്കിയിരിക്കുന്നു എന്ന്. ഇല്ലെങ്കിൽ പിന്നെ പ്രസ്താവന ഇറക്കാൻ പോകണ്ട, ഉണ്ടാകുന്ന കുട്ടികളാമായി നീ പ്രസ്താവന ഇറക്കുന്നത്. പ്രസ്താവന ഇറക്കിയിട്ട് അതിന്റെ വില നോക്കണ്ടല്ലോ. എന്തൊരു അത്ഭുതമാണിത്! സുബ്ഹാനല്ലാഹ്. എല്ലാം അരിവാള്, കൊടുവാള്, മറ്റേ വാള് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പോഴും അടുത്ത് തന്നെ മലപ്പുറം ജില്ലയിൽ ഒരു ജില്ലാ സമ്മേളനം ഉണ്ടായിരുന്നു SSFന്റെ. ആ ജില്ലാ സമ്മേളനങ്ങളിൽ ലക്ഷങ്ങൾ പങ്കെടുത്തു. ഇവിടെ ഇന്ന് എത്രയോ ലക്ഷം പങ്കെടുത്തു. ഇവരെ ഒക്കെ നിങ്ങൾ അരിവാളാക്കി തള്ളിയാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, പിന്നെ നിങ്ങൾക്ക് ബാക്കി എന്താ ചുറ്റിക മാത്രമോ?